ഹലോ ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതന ഫ്രൈ ആണ്. ഒരു വഴുതന എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. നീളത്തിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മൾക്കൊന്ന് വരിഞ്ഞു കൊടുക്കാം. വരിഞ്ഞ് കൊടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാം. അതിന് ഉപ്പ്, മിക്സ് മസാല, ഗരം മസാല, മുളകും പൊടി, പെരിഞ്ചീരകം ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചില്ലി ഫ്ലേക്സ്, ലേശം മല്ലിച്ചപ്പ് ഇടാം, നാരങ്ങൻ്റെ നീരും ഒഴിക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ഉള്ളി നമുക്ക് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മൾ ഉള്ളി എടുത്തിട്ട് റൗണ്ടാക്കി അരിയാം. റൗണ്ടാക്കി അരിഞ്ഞതിന് ശേഷം ഒരു തക്കാളി എടുക്കാം. തക്കാളി റൗണ്ടാക്കി അരിയാം. പിന്നെ പച്ചമുളക് എടുക്കാം. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യാം. ഇത് ചോറ്റക്കും നല്ലതാണ്, ബ്രെഡിൽ വെച്ച് സാഞ്ചൂസാക്കി കഴിക്കാനും നല്ലതാണ്. നല്ല ടേസ്റ്റാണിത്, ചോറ്റക്ക് നല്ല രസമാണ്. പിന്നെ നമ്മളൊരു ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് ഫ്രൈ ആക്കാം. ഞാൻ 2 പീസാണ് വെച്ചത്. അതിൻ്റെ കൂടെ തക്കാളി, സവോളി നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇടാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ച് ഇട്ട് ഇത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. വെന്തതിന് ശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം. പിന്നെ നമ്മളൊരു ബ്രെഡ് എടുക്കുക. ബ്രെഡ്ക്ക് നമുക്ക് വഴുതന ഫ്രൈ വെക്കാം. അതിലേക്ക് തക്കാളി ഫ്രൈ ചെയ്തതും വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഉള്ളി ഇടാം. ഒരു പച്ചമുളക് വെക്കാം. ലേശം മല്ലിച്ചപ്പ് ഇടാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു ബ്രെഡ് വെച്ച് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കൂട്ടി വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.